ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 113-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമായിരിക്കും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും യുവാക്കളെയും കുട്ടികളെയും സംരക്ഷിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഇരിങ്ങലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരന്തമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ അസാധാരണ പ്രവർത്തനമാണ് പോലീസ് നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നു. റിപ്പൻ ആനടിക്കാപ്പ് മുതൽ ചാലിയാർ വരെയുള്ള ഭാഗത്ത് നാളെ പ്രത്യേക സംഘം തെരച്ചിൽ നടത്തും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 3:30 വരെയാണ് തെരച്ചിൽ നടക്കുക. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തെ സ്കൂളുകൾ സെപ്റ്റംബർ 2-ന് തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേന്ദ്രത്തിന് ഈ മാസം 18-ന് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചതായി അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര സഹായം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി അഭിനേത്രി നടത്തിയ ആരോപണത്തിന്റെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ ഇരയ്ക്കൊപ്പമാണെന്നും പരാതി തരുന്ന മുറയ്ക്ക് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മതപത്രം നൽകിയിട്ടില്ലാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കില്ലെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ 5 ദിവസത്തെ വേതനം നൽകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. സമ്മതപത്രം നൽകാത്തവർക്ക് PF-ലേക്ക് ലോൺ അപേക്ഷ നൽകുന്നതിന് സ്പാർക്കിൽ നിലവിൽ തടസ്സങ്ങളില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജിൽ 2 PG സീറ്റുകൾ കൂടി കേന്ദ്രം അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ്. 2 MD സൈക്യാട്രിസ്റ്റ് സീറ്റുകൾക്കാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയത്. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഒളിമ്പ്യൻ PR ശ്രീജേഷിന് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സ്വീകരണം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഘോഷയാത്ര സംഘടിപ്പിക്കും. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ ഉപഹാരം സമ്മാനിക്കും. ജക്കാർത്തയിൽ നടന്ന 18ാമത് ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്കുള്ള നിയമന ഉത്തരവും ചടങ്ങിൽ കൈമാറും. വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിൽ ചികിത്സയിലുള്ള 2 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത്. വയറിളക്ക രോഗം മൂലം വയനാട്ടിൽ 16 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്ന് കാണാതായ പെൺകുട്ടിയുമായി കേരള പോലീസ് സംഘം വിശാഖപട്ടണത്തു നിന്നും തിരിച്ചു. സംഘം നാളെ തിരുവനന്തപുരത്തെത്തും. ഇന്ന് രാവിലെ വരെ കുട്ടി വിശാഖപട്ടണത്തെ CWC സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു. നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടിയുടെ സംരക്ഷണ കാര്യത്തിൽ തീരുമാനമെടുക്കും. പഠനം തുടരണമെന്നാണ് കുട്ടി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത്. അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് ചൊവ്വാഴ്ച വീട് വിട്ടിറങ്ങിയ കുട്ടിയെ ബുധനാഴ്ചയാണ് കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര നാളെ കോട്ടയം പനമറ്റത്ത് നടക്കും. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കഥയരങ്ങിലും പ്രഭാഷണത്തിലും പങ്കെടുക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ചടങ്ങിൽ അധ്യക്ഷനാകും. സപ്ലൈകോ വഴി നടത്തുന്ന നെല്ല് സംഭരണ പദ്ധതിയുടെ 2024-25 ഒന്നാം വിള സീസണിലെ ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ supplyco.paddy.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടത്തണം. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഫീസില്ലാതെ പഠിക്കുന്നതിന് ഈ അധ്യയന വർഷം തന്നെ സീറ്റുകൾ അനുവദിക്കാൻ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. പുനഃസംഘടിപ്പിക്കപ്പെട്ട കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ പ്രഥമ യോഗത്തിലാണ് തീരുമാനം. UG PG പ്രോഗ്രാമുകളിൽ ഇതിനാവശ്യമായ സൂപ്പർ ന്യൂമററി സീറ്റുകൾ അനുവദിക്കുന്നതിനും തീരുമാനമായി. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഈ മാസം 31 വരെ നീട്ടുമെന്ന് മന്ത്രി R ബിന്ദു. കൊച്ചിയിൽ ചേർന്ന സംസ്ഥാനത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും രജിസ്ട്രാർമാരുടെയും യോഗത്തിലാണ് തീരുമാനം. 4 വർഷ UG പ്രോഗ്രാമിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് ചേർന്നത്. UG പ്രോഗ്രാമിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്ന് പ്രതിനിധികൾ അറിയിച്ചതായി മന്ത്രി പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളുകൾ, വൃദ്ധസദനങ്ങൾ, അഗതി മന്ദിരങ്ങൾ എന്നിവയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സൂപ്പർവിഷൻ ചാർജ് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി MB രാജേഷ്.
കോട്ടയം ജില്ലാ തദ്ദേശ അദാലത്തിൽ ലഭിച്ച അപേക്ഷയിലാണ് തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.